എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് കുറച്ച് ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും നോക്കാം. നമ്മളെപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ ഒപ്പീനിയനൊക്കെ നോക്കാറുണ്ട് നിങ്ങളെ പറ്റിയിട്ടല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആവട്ടെ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടാവുമല്ലോ നിങ്ങളെ കാണുമ്പോൾ, അല്ലേ? ഹൗ ഡസ് യുവർ പേഴ്സൺ വ്യൂ യു? നിങ്ങളുടെ പേഴ്സണാലിറ്റി ആവട്ടെ, നിങ്ങളുടെ രൂപമാവട്ടെ, അത് അങ്ങനെ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് തോന്നുന്ന എന്താണ്, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന എന്താണ്, നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്, അങ്ങനെ എന്താണ് അവരുടെ മനസ്സിൽ പ്രാഥമികമായിട്ട് വരുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫൺ റീഡിംഗ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇടയ്ക്കൊരു ഫൺ റീഡിങ്ങും വേണം, അല്ലേ? എന്നും നമ്മൾ ഈ സ്ട്രെസ്ഫുള്ളായിട്ട് ഫീലിങ്സ്, അടുത്തതെന്ത്, ഇതെങ്ങനെ ടെൻഷൻ അടിച്ചടിച്ച് നമ്മൾ ഒരു പരുവാവും. അത് മാത്രമല്ല, ഇന്ന് പെസഹ വ്യാഴവും കൂടിയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും. സമയം ഉണ്ടാവില്ല വലിയ റീഡിംഗ് ഒന്നും കാണാനായിട്ട്. അപ്പോൾ ഷോർട്ടായിട്ട് ഒരു റീഡിംഗ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എൻ്റെ വ്യൂവേഴ്സിനെ കാണുമ്പോൾ അവരെ എങ്ങനെയാണ് അവർ കാണുന്നത്? ഹൗ ഡസ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ വ്യൂ ദം? ചോദ്യം ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കാം ഡിവൈൻ, എന്നാൽ എൻ്റെ മനസ്സ് കൃത്യമായി പറയാൻ സാധിക്കുള്ളൂ. ഹൗ ഡസ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ വ്യൂ ദം? അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയാലും അവരുടെ സ്വഭാവത്തെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും, ഹൗ ഡസ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ വ്യൂ ദം എന്ന് പറഞ്ഞു തരൂ പ്ലീസ്. ഹൗ ഡസ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ വ്യൂ ദം? ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, നിങ്ങൾ ഹനുമാൻ ചാലീസ വായിക്കാൻ ശ്രമിക്കുക. ഹനുമാൻ ജയന്തിയാണ്. ഹനുമാൻ ചാലീസ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഹൗ ഡസ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ വ്യൂ ദം? ക്ഷമിക്കുക, ഇലക്ഷൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത് കാരണം ഷഫിൾ ചെയ്തിട്ട് ഞാനൊന്ന് നിർത്തേണ്ടി വന്നു. ഞാൻ വീണ്ടും ഒന്ന് ഷഫിൾ ചെയ്യുകയാണ് കേട്ടോ. കട്ടായിപ്പോയി. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, ഹൗ ഡസ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ വ്യൂ ദം? 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 ഈ പാട്ട് വയ്ക്കുന്ന കാരണം നമുക്ക് നിർത്തേണ്ടുന്ന സാഹചര്യമാണ്. ഹൈ പ്രീസ്റ്റസ്, ഗുഡ്. Four of Pentacles, Strength, good. Sun. നിങ്ങളെ ഫിസിക്കലി കാണുമ്പോഴുള്ള കാര്യങ്ങളും അതിൽ ഉൾപ്പെടും കേട്ടോ. പേജ് ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, 3 ഓഫ് കപ്സ്, എംപ്രസ്, ക്വീൻ ഓഫ് സ്വാർഡ്സ്. അത് ശരി. ഓക്കെ, കിങ് ഓഫ് പെൻഡക്കിൾസ്. കൂടുതൽ കാർഡ്സ് എടുക്കാം, തൽക്കാലം ഇത് മതി. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ ഭയങ്കര ഇൻറ്റ്യൂഷൻസ് ഉള്ള വ്യക്തിയാണ്, നിങ്ങൾ ഇത്തിരി സ്പിരിച്വലായിട്ട് ഉള്ള വ്യക്തിയാണ് എന്ന് അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവർ എന്താ പറയുക, സ്വയം മറന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇവർ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ നിങ്ങൾ അവരുമായിട്ട് കണക്റ്റ് ആവുന്നു എന്നവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഭയങ്കരമായിട്ട് ഒരു ഇമോഷൻസ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളെ ഇങ്ങനെ നോക്കി ഇരുന്ന് പോകുന്ന ഒരവസ്ഥ, നിങ്ങളെ നോക്കി മണിക്കൂർ കണക്കിന് ഇവർ വേണമെങ്കിൽ ഇരിക്കും എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങളെ കാണാൻ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ വളരെ സാത്വികമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അവർക്ക് തോന്നാറുണ്ട്. ചിലരെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ശാന്തതയും അങ്ങനെ ഫീൽ ചെയ്യില്ലേ? യു ഫീൽ അറ്റ് പീസ്, അല്ലേ? മനസ്സിന് വല്ലാത്തൊരു സമാധാനം തരുന്ന ഒരു രൂപം ചിലർക്ക് ഉണ്ടാവുമല്ലോ. എത്ര ശാന്തമായിരിക്കുന്നു, എത്ര സുന്ദരമായ മുഖം, എത്ര കാമാണ് അവർ
എന്ന് നമുക്ക് തോന്നില്ലേ? ദറ്റ് കാംനെസ്, ആ ഒരു കളക്റ്റഡ് ഫീലിംഗ്. വളരെ ശാന്തമാണ് അവരുടെ മനസ്സ്. അതുപോലെ തന്നെ എത്ര കാമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു ആകർഷണമാണ്, എന്തൊരു ചൈതന്യമാണ് എന്ന് നമുക്ക് തോന്നില്ലേ? ആ മാതിരി ഒരു ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ആദ്യമായിട്ട് കിട്ടുന്നത്. നിങ്ങൾ ഭയങ്കര സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആണെന്ന് അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇൻറ്റ്യൂഷൻസ് ഒരുപാടുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. നിങ്ങളെ നോക്കി ലയിച്ചിരുന്ന് പോകുന്ന ഒരു ഫീലിംഗ് ആണ് അവർക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങളെ കാണുമ്പോൾ അവരുടെ ആദ്യത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊന്ന് ചേർത്ത് പിടിക്കണം എന്ന്, വളരെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതൊരു ബാഡ് രീതിയിലുള്ള ഒരു ചേർത്ത് പിടിക്കലല്ല കേട്ടോ. ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നുള്ള രീതിയിലുള്ള ചേർത്ത് പിടിക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ശാന്തി, സമാധാനം, അങ്ങനെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ അവരെ സംരക്ഷിക്കും എന്നവർക്കൊരു ഫീലിംഗ് വരാറുണ്ട്. നിങ്ങളുടെ അടുത്തിരുന്നാൽ, നിങ്ങളോട് ചേർന്നിരുന്നാൽ അവർ സുരക്ഷിതരാണ് എന്നൊരു ഫീലിംഗ് അവർക്ക് വരാറുണ്ട്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നവർ വല്ലാതെ ആഗ്രഹിക്കാറുണ്ട് എന്നും കാണുന്നു. അതേപോലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കളക്റ്റഡ് ആണ്, വളരെ ശാന്തതയിലാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, അക്ഷമരേ അല്ല എന്നുള്ള രീതിയിൽ. അതുപോലെ നിങ്ങൾ ഭയങ്കര മദർലിയാണ്, മദേഴ്സ് കെയർ എന്നുള്ള രീതിയിൽ. ചുറ്റുമുള്ള ഒരാളോട് മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാവരോടും നിങ്ങൾ എന്ത് കരുതലോടെയാണ് പെരുമാറുന്നത് എന്നവർക്ക് തോന്നാറുണ്ട്. അവിടെയും ആ ഒരു നിങ്ങൾ ആ പെരുമാറുന്നതിൻ്റെ ആ ഒരു സൗന്ദര്യമുണ്ട്. നിങ്ങൾ ഓരോ രീതിയിൽ ഓരോരുത്തരോട് സംസാരിക്കുന്നത്, അവരെ ഡീൽ ചെയ്യുന്നത് വളരെ സ്വീറ്റായിട്ട് സംസാരിക്കുന്നുണ്ടാവും. എത്ര ക്ഷമയോടെയാണ് മറ്റുള്ളവരെ ഡീൽ ചെയ്യുന്നത്, മറ്റുള്ളവരെ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അതിനെ ക്ഷമയോടെ നിങ്ങൾ ഡീൽ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടാവും. അതെല്ലാം ഇവർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ എത്ര ക്ഷമയുള്ള ഒരു വ്യക്തിയാണെന്ന് അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങളുടെ ക്യാരക്ടറിലെ ക്ഷമയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് തോന്നുന്നത്. കരുതൽ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ അവർക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ഹാപ്പിയാണ്. നിങ്ങളുടെ മുഖത്ത് തന്നെ ഒരു ചൈതന്യമുണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ മുഖം ഒരു സൂര്യൻ ഉദിച്ച് വന്നതുപോലെയാണ്, എപ്പോഴും ബ്രൈറ്റാണ്, എപ്പോഴും ഒരു ഹാപ്പിനെസ് ആണ്. നിങ്ങളുള്ള അവിടെ, നിങ്ങൾ വന്ന് കയറുന്ന അവിടെ, ഗ്ലൂമി ആയിരിക്കുന്ന സ്ഥലമായാലും നിങ്ങൾ വന്ന് കയറുന്ന അവിടെ ഒരു ഹാപ്പി ഫീലിംഗ് ആണ്. ഓക്കെ, അവർക്കും അത് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ എത്ര ഹാപ്പി പേഴ്സൺ ആണ് എന്ന്. എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടെ ആയിരിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനയാണോ എന്താണോ, നിങ്ങൾ എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രമേ പബ്ലിക്കലി അപ്പിയർ ചെയ്യാറുള്ളൂ. ഓക്കെ, ആ ഒരു സ്വഭാവം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ചിരി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ കണ്ണുകൾ ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ മുഖത്തൊരു ചൈതന്യമുണ്ട്, ആ ചൈതന്യം ഇവരെ ആകർഷിക്കുന്നു എന്നും കാണുന്നു. പേജ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ സംസാരം, ശബ്ദം ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാം ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ഈ പ്രകൃതിയുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം. പൂക്കൾ, ചെടികൾ, മരങ്ങൾ, ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെ നിങ്ങൾ വീട്ടിൽ ചെടികൾ നട്ട് വളർത്തുന്ന ആളായിരിക്കാം. പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്, സൗന്ദര്യമുള്ള വസ്തുക്കളോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് അവർക്ക് തോന്നാറുണ്ട്. നിങ്ങളുടെ ശബ്ദവും വളരെ സ്വീറ്റായിരിക്കും, നിങ്ങളുടെ സംസാരം വളരെ സ്വീറ്റായിരിക്കും, മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള സംസാരമായിരിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ് എന്ന് കാണുന്നു കേട്ടോ. എക്സ് ഓഫ് വാൻഡ്സ് വെച്ച് നിങ്ങൾ എന്താ പറയുക, ഇവരെ നോക്കുമ്പോൾ ഉള്ള ഒരു റൊമാൻസ് ഉണ്ട്. നിങ്ങൾ പരസ്പരം കാണുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു റൊമാൻസ് ഉണ്ട്. ആ റൊമാൻസ് അവർക്ക് വളരെ ഇഷ്ടമാണ് എന്ന് കാണുന്നു. നിങ്ങളുടെ ആ ഒരു വളരെ സ്നേഹത്തോടെയുള്ള അവരെ നോക്കുന്ന ആ ഒരു നോട്ടം, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ റൊമാൻസ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു ഫിസിക്കൽ ടച്ചിൻ്റെ ആവശ്യം പോലും ഇല്ല, നിങ്ങൾ നോക്കുന്ന നോട്ടത്തിൽ ആ റൊമാൻസ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതും അവർക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. 3 ഓഫ് കപ്സ് വെച്ചിട്ട് അവർക്ക് എന്താ തോന്നുന്നതെന്നറിയാമോ? അവർ ചിന്തിക്കുന്ന നിങ്ങളുടെ ഈ പേഴ്സണാലിറ്റി, ഈ സംസാരം, ഈ കെയർ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട്, നിങ്ങളുടെ ഈ ഒരു ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഇതൊക്കെ വെച്ചിട്ട് ഇവർ മാത്രമല്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന മറ്റു ആൾക്കാരും ഉണ്ട് എന്ന് അവർക്ക് കോൺസ്റ്റൻ്റ്ലി തോന്നാറുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാറുണ്ട്. അവർ നിങ്ങൾക്ക് നല്ലതാണോ, ഓക്കെ, നിങ്ങൾ അവരെ പ്രിഫർ ചെയ്യുമോ, നിങ്ങൾക്ക് വേറെ ചോയ്സസ് ഉണ്ട്
എന്നൊക്കെ അവർക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ ഒരു പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഇൻസെക്യൂരിറ്റി ഭയങ്കരമായിട്ട് നിങ്ങളെ പ്രതി ഫീൽ ചെയ്യാറുണ്ട്. എംപ്രസ് വെച്ചിട്ട് പറഞ്ഞില്ലേ, എംപ്രസ് അൾട്ടിമേറ്റ് ആണ് അല്ലേ, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനെ അൾട്ടിമേറ്റ് ആണ് എംപ്രസ് എന്ന് പറയുന്നത്. അവരുടെ മുഖം തന്നെ നോക്കൂ, എന്തൊരു സൗന്ദര്യമാണ് ആ സ്ത്രീക്ക് അല്ലെ. അതേപോലെ സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ, നിങ്ങളിൽ അവർ നിങ്ങളെന്ന് പറഞ്ഞ ആ വ്യക്തിയിൽ അവർ ഫ്ലാറ്റാണ് എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ ഇനി വീഴാനില്ല എന്നുള്ളൊരു മട്ട്. ഇതൊരു റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ. നിങ്ങളെപ്പോലുള്ള ഒരാളെ അവരവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളുടെ ഒരു നോട്ടം, നിങ്ങളുടെ മുഖം പോട്ടെ, മുടി, നിങ്ങളുടെ ജസ്റ്റർ, നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ഓറ എല്ലാം തന്നെ അവരങ്ങ് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്കായിട്ട് വീണിരിക്കുകയാണ് എന്നുള്ളൊരു രീതിയാണ് കേട്ടോ. അവർക്ക് നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ അവരുടെ ലൈഫിൽ ആരും ഇല്ല. നിങ്ങളിവരെ വിട്ടുപോയാൽ ഇതുപോലൊരു വ്യക്തി ഇനി അവർക്ക് ജീവിതത്തിൽ കിട്ടും എന്ന് അവർക്ക് കിട്ടില്ല എന്ന് തന്നെ അവർക്ക് അറിയാം എന്നുള്ളൊരു രീതിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇൻസെക്യൂരിറ്റി വരുന്നതും. നിങ്ങളെപ്പോലെ ഒരാൾ, എന്നെപ്പോലെ ഒരാളെ എങ്ങനെ സ്നേഹിച്ചു എന്നൊരു ചിന്ത വരില്ലേ, ആ ഒരു ചിന്ത അവരെ അലട്ടുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ ഭയങ്കരമായിട്ട് ഒരു ഉയർന്ന ലെവലിലാണ് അവർ വെച്ചിരിക്കുന്നത്. നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ക്വീൻ ഓഫ് സോർട്സ് വെച്ച് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ആറ്റിറ്റ്യൂഡ് വരുന്നുണ്ട് എന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് കൺട്രോളിങ് നേച്ചറായിട്ട് മാറുന്നുണ്ട് നിങ്ങൾ എന്ന്. ചില ദിവസം നിങ്ങൾ ചിലപ്പോൾ ഇവരെ കാണുമ്പോൾ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ഇച്ചിരി ദേഷ്യക്കാരിയാണോ അല്ലെങ്കിൽ ദേഷ്യക്കാരനാണോ, ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ മൈൻഡ് ചെയ്യാത്ത സ്വഭാവം അവർക്ക് പിടിക്കുന്നില്ല എന്നർത്ഥം. നിങ്ങളുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങളുടെ നോട്ടം കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവും നിങ്ങളിന്ന് സ്നേഹത്തിലാണോ ദേഷ്യത്തിലാണോ എന്നുള്ളത് ഇവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നുള്ള രീതി. ആക്ച്വലി പക്ഷെ ആ ഒരു പിടിവാശി, ആ ഒരു ആറ്റിറ്റ്യൂഡും അവർക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ്. അവരത് എൻജോയ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ആ രൂപം അവർ എൻജോയ് ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. കിങ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് അവർ ദൂരെ മാറിയിരുന്ന് നിങ്ങളെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. ഇവരെന്ത് ചെയ്യുമ്പോഴും അതെ, ആ കയ്യിൽ പെൻറ്റക്കിളിൽ നിന്ന് നോക്കുന്ന കണ്ടില്ലേ, ആ പെൻറ്റക്കിളിൽ നിന്ന് നോക്കുമ്പോൾ ഇവർ മാറിയും തിരിച്ചും നിന്ന് നിങ്ങളെ നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ നോക്കാതിരിക്കുമ്പോൾ, നിങ്ങൾ അവരെ നോക്കാതിരിക്കുമ്പോൾ അവർ കൂടുതലായും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യമായി പറയുന്നത്. ഓക്കെ, മാറിയും മറഞ്ഞും നിന്ന് നിങ്ങളെ നോക്കാൻ അവർക്ക് ഇഷ്ടമാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, കാരണം നിങ്ങളുടെ പെരുമാറ്റം കാണാൻ, നിങ്ങളുടെ സൗന്ദര്യം കാണാൻ, നിങ്ങളുടെ കണ്ണുകൾ എസ്പെഷ്യലി അവർക്ക് വല്ലാതെ ആകർഷണമായിട്ട് തോന്നാറുണ്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്വഭാവം, ശബ്ദം, പിന്നെ ഓവറോൾ പേഴ്സണാലിറ്റി തന്നെ ഇവർക്ക് ആകർഷണീയമായിട്ടാണ് തോന്നുന്നത്. കൂടുതലായും നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. കണ്ണുകളിലേക്ക് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് കൂടുതലായിട്ടും കാണുന്നത്. ഫിസിക്കലി നിങ്ങളുടെ ട്രെയ്റ്റ്സിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ കണ്ണുകളായിരിക്കും. ഓക്കെ, രണ്ടാമതായി ശബ്ദം. കുറച്ച് കാർഡ്സ് കൂടി തരൂ. വേറെ എന്തൊക്കെയാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് ഇവരിൽ ആകർഷണീയമായിട്ട് തോന്നുന്നതും ഫിസിക്കലി, ഇമോഷണലി, മറ്റെല്ലാ രീതിയിലും അവർ ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എൻ്റെ വ്യൂവേഴ്സിൽ എന്ന് പറഞ്ഞു തരൂ ഡിവൈൻ. വീണ്ടും അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഇത് കട്ടാക്കേണ്ടി വന്നു. 9 ഓഫ് പെൻഡക്കിൾസ്. നിങ്ങൾ സ്വയം ക്യാരി ചെയ്യുന്ന രീതി, സ്വയം ഡ്രസ്സ് ചെയ്യുന്ന രീതി, നിങ്ങൾ ഒരുങ്ങുന്നതാവാം, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് ആവാം, നിങ്ങൾ ഇരിക്കുന്ന രീതി, സംസാരിക്കുമ്പോൾ പ്രത്യേക രീതിയിൽ കൈ ചലിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ജെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അംഗ്യങ്ങൾ കാണിച്ച് നിങ്ങൾ സംസാരിക്കുമായിരിക്കും. അതെല്ലാം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജെസ്റ്റേഴ്സ് കാണാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും വീണ്ടും എനിക്ക് കാണുന്നത്, നിങ്ങൾ നോക്കാതിരിക്കുമ്പോൾ അവർ കൂടുതലായും നിങ്ങളെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഭയങ്കര ജോളിയായിട്ട്, ഹാപ്പി ആയിട്ട്, എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി. ആ ഒരു സ്വഭാവം അവർക്ക്, നിങ്ങളുടെ ചിരി, തമാശകൾ പറയുന്നത് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു. ഓക്കെ, ക്വീൻ ഓഫ് വോൺസ്. ക്വീൻ ഓഫ് വോൺസിൻ്റെ രൂപം തന്നെ നോക്കിയേ, എന്ത് രസമാണ്. നിങ്ങൾ കാര്യം എല്ലാം വെട്ടി തുറന്ന് പറയാൻ ധൈര്യമുള്ള വ്യക്തിയാണ് എന്നവർ കരുതുന്നുണ്ട് കേട്ടോ.
ഓപ്പണായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ നിങ്ങൾക്ക് മടിയില്ല. ഇവരുടെ അടുത്ത് സ്നേഹമുണ്ട്, നിങ്ങൾ ഓപ്പണായിട്ട് അവരുടെ അടുത്ത് പറയും, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറയും. അത് സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ. ആ ഒരു ധൈര്യം, ആ ഒരു ക്യാരക്ടർ. പിന്നെ നിങ്ങൾ സ്വതേ തന്നെ ചാമിങ് ആണ്. എംപ്രസിൻ്റെ ഒരു വകഭേദം തന്നെയാണ് നമുക്ക് ക്വീൻ ഓഫ് വോൺസ്. ഓക്കെ, ആലോചിച്ച് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയം എടുത്തിട്ടായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക. പക്ഷെ തീരുമാനിച്ചാൽ അതിൽ നിന്നും മാറാറില്ല. ഓക്കെ, ആ ഒരു ക്യാരക്ടർ അതെല്ലാം ഇവർക്ക് ഇഷ്ടമാണ് കാണാൻ. പിന്നെ പറയണ്ട, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ രൂപമാവട്ടെ പെരുമാറ്റമാവട്ടെ അതിലെല്ലാം അവർ വീണ്ടും വീണ്ടും അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ് നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളത്. ഓക്കെ, നിങ്ങളെ കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തന്നെ പറഞ്ഞു. പിന്നെ നിങ്ങൾ കുറേ അധികം ട്രഡീഷണലായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഡ്രസ്സിങ് ആവട്ടെ പെരുമാറ്റമാവട്ടെ കുറച്ച് കൂടുതലായിട്ട് ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് ഇവരും അങ്ങനെ തന്നെയാണ്. ഇവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ട്രഡീഷണൽ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഫെസ്റ്റിവൽസ് എല്ലാം കൃത്യമായി ആഘോഷിക്കുന്നുണ്ടായിരിക്കും, അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയെല്ലാം റിലീജിയസ് ആയിട്ട് നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അതേപോലെ മെഡിറ്റേഷൻസ് ചെയ്യുന്ന സ്പിരിച്വലായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കാം. അങ്ങനെയെല്ലാം അതെല്ലാം അവർക്ക് ആ പെരുമാറ്റങ്ങൾ, ആ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന രീതി അതെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ആ ട്രഡീഷണലായിട്ട് നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നതും അവർക്ക് ഇഷ്ടമാണ് എന്ന് കാണുന്നു. ഓക്കെ, ഒരു 2-3 കാർഡ് കൂടെ എടുത്തിട്ട് മതി അല്ലേ. ടെമ്പറൻസ്, വീണ്ടും നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങൾ ആ സ്പിരിച്വലായിട്ട് ഉള്ള വ്യക്തിയാണ്. അതുമല്ല, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്പിരിച്വൽ രീതിയിൽ ഒരു പ്രത്യേകതരം മെഡിറ്റേഷൻ ആരെങ്കിലും പറഞ്ഞു തന്നു, നിങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്യാതെ അതിനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവുമെന്ന് തോന്നിയാൽ നിങ്ങളത് ഷെയർ ചെയ്യും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ട് അവർക്കും കൂടി ബെനിഫിറ്റ് ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാറുണ്ട്. ആ ഒരു സ്വഭാവം, ആ ഒരു ബാലൻസ് ക്യാരക്ടറിലുള്ളത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് തന്നെ പറയുന്നു. നമ്മളുടെ എന്താ പറയുക, പെരുമാറ്റമാണ് ആൾക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക അല്ലേ. നമ്മുടെ രൂപം ഒറ്റനോട്ടത്തിൽ നമ്മളുടെ രൂപം തന്നെയാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്നതെങ്കിലും പോകെ പോകെ നമ്മളുടെ രൂപത്തിനേക്കാളധികം നമ്മളുടെ പെരുമാറ്റമാണ് മുന്നിലുള്ള ആൾക്ക് നമ്മളുടെ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കൂടുതലായും ആൾക്കാർ സ്വഭാവത്തിലേക്ക് തന്നെയാണ് ആകൃഷ്ടരാവുന്നത്. ലവേഴ്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ അവരോട് അത്രയും സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി, ആ കരുതൽ എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളുടെ ക്യാരക്ടറിൽ നിങ്ങളുടെ സ്നേഹം തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് അവരെ ആകർഷിക്കുന്നത്, നിങ്ങളുടെ രൂപത്തിനോടൊപ്പം തന്നെ. ലാസ്റ്റ് കാർഡ് കേട്ടോ, ലാസ്റ്റ് കാർഡ് ഒന്ന് ഷഫിൾ ചെയ്തിട്ടെടുക്കാം. ഒരേ ഒരു കാർഡ് കൊടുത്തത് എൻ്റെ വ്യൂവേഴ്സിൽ അവരുടെ പേഴ്സണ് ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ് എന്ന് പറഞ്ഞു തരൂ ഡിവൈൻ. 4 ഓഫ് വോൺസ്, ഏതൊരു ഇവൻറ്റിൻ്റെയും ജീവനാണ് നിങ്ങൾ. ഓക്കെ, എവിടെ ചെന്നാലും അവിടുത്തെ ഒരാളായി മാറുന്ന ഒരു ക്യാരക്ടർ. ഓക്കെ, നിങ്ങൾ ഒരു ഓഫീസ് ഫംഗ്ഷന് പോയി അവിടുത്തെ ഒരു ജീവനായിട്ട് മാറും, അവിടുത്തെ ഓൾ ഇൻ ഓളായിട്ട് മാറും. ഈ ഒതുങ്ങിയിരിക്കാതെ അതിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക, അങ്ങനെ ഭയങ്കര സജീവമായിട്ട് എവിടെ ചെന്നാലും അവിടുത്തെ ഒരാളായി മാറി അങ്ങനെ പെരുമാറുന്ന കാണുന്നവർക്കെല്ലാം ബ്യൂട്ടിഫുൾ ക്യാരക്ടറാണ് നിങ്ങളുടെ എന്നവർ ചിന്തിക്കാറുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും. നിങ്ങളോടൊന്ന് വന്ന് സംസാരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എത്ര നല്ലൊരാളാണ്, ഇവരെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം എന്ന് മറ്റുള്ളവർ ചിന്തിക്കും. ഒരു സുഹൃത്തായിട്ടാവട്ടെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ട് ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മറ്റുള്ളവർ ചിന്തിക്കും. ഓക്കെ, ഇന്ന് കണ്ടു നാളെ മറന്നു അങ്ങനെയല്ല. നിങ്ങളെ പരിചയപ്പെടുന്നവർ ലോങ് ടേമിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഏതൊരു ഇവൻറ്റിൻ്റെയും ജീവനായിട്ട് നിങ്ങൾ മാറാറുണ്ട്. ആ ക്യാരക്ടറൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അവർക്ക് വളരെയധികം ആകർഷണം തോന്നുന്ന, ഹാപ്പിനെസ് തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. വേറെന്താണ്, മറ്റൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.